ഹായ്, എൻ്റെ പേര് മെർലിൻ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലേക്ക് വന്നിരിക്കുന്നതെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. നമുക്കറിയാം SLC +1 +2 സ്റ്റുഡൻസിൻ്റെയൊക്കെ മോഡൽ എക്സാംസ് ഒക്കെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ മാർച്ച് ഫസ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്ക് അവരുടെ പബ്ലിക് എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു വീക്കായിരിക്കും ഇനി അങ്ങോട്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഈ ഒരു സമയത്ത് ഉറപ്പായിട്ടും മറക്കാതെ ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, ഇനിയുള്ള 5 ദിവസങ്ങളിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ മോഡൽ എക്സാം നമ്മൾ എത്ര എഫക്റ്റീവായിട്ട് എഴുതി എന്നത് അനലൈസ് ചെയ്യുക തന്നെയാണ്. അതായത് മോഡൽ എക്സാംസിൻ്റെ മാർക്ക് വെച്ച് നമ്മൾ നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യുക എന്നല്ല ഞാൻ പറഞ്ഞത്. മോഡൽ എക്സാം എത്ര എഫക്റ്റീവായിട്ട് നമുക്ക് എഴുതാൻ പറ്റി, ഹൈ വെയിറ്റേജ് കൊടുത്ത് നമ്മൾ പഠിച്ച പോർഷൻസ് അല്ലെങ്കിൽ ടോപ്പിക്സ് നമുക്ക് കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പം അതിന് ആൻസർ എഴുതാൻ പറ്റിയോ, അതോടൊപ്പം തന്നെ ടൈം മാനേജ്മെൻറ്റ് പ്രോപ്പർ ആയിരുന്നോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്യുക. ഇൻ കേസ് ഇപ്പം നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ഒരു ലോങ് ക്വസ്റ്റ്യൻ, ഒരു എസ്സേ ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസൊക്കെ ഈ ഒരു സമയത്ത് തന്നെ വീണ്ടും എഴുതി ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പം അതിനാദ്യം വേണ്ടത് നിങ്ങൾ നിങ്ങളുടെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് വെക്കുക. അതിൽ നിങ്ങൾക്ക് പറ്റിപ്പോയിട്ടുള്ള, അതായത് പറ്റിയ മിസ്റ്റേക്സ് ഒക്കെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം നിങ്ങൾ നിങ്ങളുടെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻസ് നന്നായിട്ട് അനലൈസ് ചെയ്ത് നിങ്ങളത് എത്രമാത്രം എഫക്റ്റീവായിട്ട് എഴുതി എന്നുള്ളത് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം നമ്മൾ മോഡൽ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുക. നിങ്ങൾക്ക് വന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് തിരുത്തുക. ആ തിരുത്തുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ഹൈ പ്രയോറിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ഏതായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ റിവിഷൻ ടൈമിൽ തന്നെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏതാണ് ഹൈ പ്രയോറിറ്റി ഉള്ള ടോപ്പിക്സ് എന്നുള്ളത്. അപ്പം ആ ടോപ്പിക്സിൽ നമുക്ക് മിസ്സായ പോർഷൻസ് ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ പഠിക്കുക. സോ നമുക്കറിയാം, ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ച് ടൈറ്റ് ഷെഡ്യൂളിലായിരിക്കും നമ്മൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോ ദിവസവും രാവിലെ തന്നെ ഒരു ഹൈ പ്രയോറിറ്റി ഉള്ള ഇച്ചിരി ഡിഫിക്കൽട്ടി ലെവൽ കൂടിയ ടോപ്പിക്സ് ആദ്യം തന്നെ പഠിക്കുക. കാരണം ഇടയ്ക്ക് പഠിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നും, നമുക്ക് ഇച്ചിരി പാടായിട്ടുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം കെമിസ്ട്രിയിലെ ഒരു ഇലക്ട്രോ കെമിസ്ട്രിയുടെ ടോപ്പിക്കോ അല്ലെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രിയോ ഒക്കെ ആദ്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഓക്കെ, ഫ്രഷ് മൈൻഡോടുകൂടി നമ്മളത് ഒന്ന് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ അതേസമയം നമ്മൾ കുറച്ച് പഠിച്ച് മടുത്തിരിക്കുന്ന സമയത്ത് നോക്കുകയാണെങ്കിൽ ഇച്ചിരി പാടായിരിക്കും. സോ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഹൈ പ്രയോറിറ്റി ഉള്ള ടോപ്പിക്സ് റിമൈനിങ് വന്നേക്കുന്ന ടോപ്പിക്സ് ഡെയിലി പഠിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക. അത് നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റിവിഷൻ സ്ട്രാറ്റജി തന്നെയാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ റിവിഷൻ സ്ട്രാറ്റജിയിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ എക്സാം പാറ്റേൺസ് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതോടൊപ്പം ഏറ്റവും ഹൈ പ്രയോറിറ്റി ഉള്ള എന്നാൽ സിംപ്ലി നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുന്ന, സ്കോർ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ടോപ്പിക്സുകൾ നമുക്ക് സ്പോട്ട് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ മാക്സിമം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ ഫോർമുലാസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഡെഫിനിഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതാൻ, അത് മാക്സിമം ഉപയോഗിച്ച് തന്നെ ഈ സമയത്ത് റിവിഷൻസ് ക്യാരി ഔട്ട് ചെയ്യുക. ഓക്കെ, അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമുക്കറിയാം ഇനി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമ്മുടെ പബ്ലിക് എക്സാംസ് വരും. സോ ഇനിയുള്ള 5 ദിവസങ്ങളിൽ മാക്സിമം ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ പുതിയ ടോപ്പിക്സുകൾ പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അത് കഴിഞ്ഞുള്ള 3 ദിവസം മാക്സിമം നിങ്ങൾ റിവിഷന് വേണ്ടി മാത്രമായിട്ട് മാറ്റി വെക്കുക. ആ സമയത്ത് പുതിയൊരു ടോപ്പിക്ക് പഠിക്കാനിരിക്കാതെ പെൻഡിങ് പോർഷൻസൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക. പിന്നീട് നിങ്ങൾ നിങ്ങളുടെ PYQ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും അങ്ങനെയുള്ള സമയത്ത്, അതായത് റിവിഷൻ സമയത്ത് ടൈമർ ഓൺ ചെയ്ത് വെച്ച് ഒരു മോക്ക് എക്സാം നിങ്ങൾ തന്നെ കണ്ടക്ട് ചെയ്യുക. ഇത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവല് ബൂസ്റ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു ടൈം മാനേജ്മെൻറ്റ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനും, ഈ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ ലോങ് ആൻസേഴ്സും MCQവും ഒക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആൻസേഴ്സിലേക്ക് എത്താനുള്ള ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. മാക്സിമം നിങ്ങൾ മോക്ക് ക്വസ്റ്റ്യൻസ് കണ്ടക്ട് ചെയ്യുക. ഏറ്റവും അവസാനം എന്നാൽ ഏറ്റവും സീരിയസ് ആയിട്ട് എനിക്ക് പറയാനുള്ള കാര്യം, മാക്സിമം എഫേർട്ട് എടുത്ത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പഠിക്കുക.
എന്നാൽ 7 to 8 hours നിങ്ങൾ പ്രോപ്പറായിട്ട് റിലാക്സ് ചെയ്യുക, പ്രോപ്പറായിട്ട് ഉറങ്ങുക. കാരണം നിങ്ങളിപ്പം ഉറങ്ങാതെ കുത്തിയിരുന്ന്, ഞാൻ കണ്ടിട്ടുണ്ട് ചില കുട്ടികൾ രാത്രിയിലൊക്കെ 2 hours മാത്രം ഉറങ്ങി ബാക്കി സമയങ്ങളിലെല്ലാം ഇരുന്ന് പഠിക്കുന്നവരെ കാണാറുണ്ട്. പക്ഷേ എക്സാം ഹോളിൽ എത്തുമ്പോഴത്തേക്ക് അവരെല്ലാം മറന്നു പോകും. സോ അങ്ങനെ ഒരു അവസ്ഥ വരരുത്. അതിന് നിങ്ങൾ പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുത്തേ മതിയാവും. കാരണം നമ്മൾ ഡേ ടൈമിൽ ഇരുന്ന് പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങളുടെ ബ്രെയിനിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർ സ്ലീപ്പ് ആവശ്യമാണ്. സോ നന്നായിട്ട് ഉറങ്ങുക, നിങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. ഇപ്പോൾ മോഡൽ എക്സാംസിൻ്റെയൊക്കെ പേപ്പറൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും കുറേ കുട്ടികൾ മറ്റു കുട്ടികളുമായിട്ട് ഫ്രണ്ട്സിനെ വെച്ച് കമ്പയർ ചെയ്യാറുണ്ട്. അത് ഒഴിവാക്കുക. നിങ്ങൾ നിങ്ങളെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. നിങ്ങൾക്കാകുന്ന രീതിയിൽ നന്നായിട്ട് പഠിക്കുക. ഉറപ്പാണ് വിജയം.